അപ്പോൾ ഇന്ന് കാലത്ത് 5:30 ആകുമ്പോൾ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. എണീറ്റ വഴിക്ക് ചായക്കുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് ഗ്യാസിൽ വെച്ചു. ഇന്നലെ തന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ആദ്യക്കുട്ടൻ എണീറ്റ് വന്നിട്ട് അടുക്കളയിൽ കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചോറ് വയ്ക്കാനുള്ള പുറപ്പാടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളം പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇൻഡക്ഷനിലാണ് കേട്ടോ ഞാൻ ചോറ് വയ്ക്കാറ്. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് ഇതാക്കി വന്നതിന് ശേഷം ഞാൻ അതിലോട്ട് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അരി, അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കടലക്കറിയാണ് കേട്ടോ. ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു കടലയ്ക്ക് എന്താണെന്നുള്ളത്, ചപ്പാത്തി വേണോ അതോ പുട്ട് വേണോ എന്നുള്ളത്. അപ്പോൾ അവസാനം എന്നിട്ട് പുട്ടിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയാണ് കടലക്കറി വെക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കടല മുന്നേ തന്നെ നമ്മൾ കുതിർത്ത് വെച്ച കടല കുക്കറിലേക്ക് ഇടുകയാണ്. അതിൻ്റെ കൂടെ സവോള, ഞാൻ ഇടണ സാധനങ്ങളാണ് സവോള, തക്കാളി, പച്ചമുളക്, അതുപോലെ തന്നെ എല്ലാ പൊടികളും കൂടി ആഡ് ചെയ്തിട്ടാട്ടോ ചെയ്യാറ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് തക്കാളിയും ഇല്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇട്ടില്ല കേട്ടോ. ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ അരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അരി തിളച്ചപ്പോഴേക്കും ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഞാൻ എല്ലാ പൊടികളും, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ കുക്കർ അടച്ചിട്ട് വിസിൽ ഇടാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ. ആ ടൈമിൽ തന്നെ ഞാൻ ഏട്ടന് കൊണ്ടുപോകാനുള്ള ഓംലെറ്റും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫൈനലി പുട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനിന്ന്. അപ്പോൾ പുട്ടൊക്കെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ആ കുക്കർ ഉണ്ടല്ലോ, നമ്മുടെ കടല, ആ കടലയിൽ നിന്ന് കുറച്ച് കടല എടുത്തിട്ട് വിസിലൊക്കെ പോയതിന് ശേഷം കുറച്ച് കടല എടുത്തിട്ട് ഞാനത് മിക്സി ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ കറിക്കൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ ആദ്യം ചീനച്ചട്ടി വെച്ചു, എന്നിട്ട് നമ്മുടെ വലിയ ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അത് പൊട്ടി വന്നതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുള്ളി ഇല്ലേ, കുഞ്ഞുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മല്ലിച്ചപ്പ് ഇടുന്നുണ്ട് കേട്ടോ. എൻ്റെ കറിയിലൊക്കെ മല്ലിച്ചപ്പ് കൂടുതലായിരിക്കും, കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയുടെ ഫ്ലേവർ. അപ്പോൾ മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും, ഞാൻ നമ്മുടെ കടലയിലോട്ട് ചിക്കൻ മസാല ഇടാൻ മറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നമ്മുടെ കുക്കറിലുള്ള കടല ഇതിലേക്ക് മാറ്റുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കടല ഒന്ന് ജസ്റ്റ് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ നമ്മുടെ ഒരു കടലയുടെ പേസ്റ്റ്, ആ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ കടലക്കറി നന്നായിട്ട് തിളച്ച് വരും. ഈ പേസ്റ്റ് ഇടുമ്പോൾ എന്താ വെച്ചാൽ ആ കറിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇതായിട്ട് നല്ല കുറുകിയ കടലക്കറി കിട്ടും. നല്ല ടേസ്റ്റാട്ടോ. ഈ രീതിയിലൊന്ന് വെച്ച് നോക്കി കേട്ടോ. എന്നിട്ട് നമ്മുടെ കടല റെഡി ആയിട്ടുണ്ട്. കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറും സെറ്റായി, കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ, അതും കൂടി കൈയോടെ കഴുകിയാൽ നമ്മുടെ പണിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യക്കൂട്ടിന് വിശക്കണു എന്ന് പറഞ്ഞു. അവൻ കാലത്ത് തന്നെ ഒരു ബുക്ക് എടുത്തിട്ട് വന്നിട്ട് എന്തൊക്കെയോ ഇരുന്ന് എഴുതുന്നുണ്ട് കേട്ടോ. നമ്മുടെ കടലക്കറി ഉണ്ടോ നല്ല കുറുകി വന്നിരിക്കണത്. അപ്പോൾ ആദ്യക്കൂട്ടിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കുട്ടി പിന്നെ ഞാൻ എന്തുണ്ടാക്കിയാലും സൂപ്പർ അമ്മ എന്ന് പറയും. ആ പാത്രത്തിലത്തെ കറിയൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.